ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ വിചാരിച്ചു അത് നിങ്ങളായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് എന്താ കാര്യം എന്നുള്ളത് ഞാൻ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ യൂട്യൂബിലിടുന്നത്. വേണോ വേണ്ടതെന്ന് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് എന്തായാലും ചെയ്യാം. ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഇതൊരു ഉപകാരം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് എൻ്റെ അനിയത്തിക്ക് ഫസ്റ്റ് സാലറി കിട്ടിയ ദിവസമാണ് കേട്ടോ. അപ്പം അവളിപ്പോൾ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നതാണ്, ഗവൺമെൻറ് ജോലിയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ കുറച്ച് നാളുകളായി ജോലിക്ക് കയറിയിട്ട്, പക്ഷേ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബാങ്കിലാണെങ്കിലും സ്കൂളിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അവൾക്ക് സാലറി കിട്ടി തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സാലറി വന്നപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ഇപ്പോൾ പോണത്. ബാങ്കിൽ അമ്മയും അനിയത്തിയും വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോൾ ജോലി കിട്ടിയ ഒരു സാലറി കിട്ടണമെന്നാണ് ഇത്ര വലിയ കാര്യം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. എല്ലാവർക്കും കിട്ടണതല്ലേ, ജോലി കിട്ടണതാണ്, സാലറി കിട്ടണതാണ്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ കേസാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്താണ് വീഡിയോ ഇടാനും കാരണം അതാണ്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പം എൻ്റെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും അനിയത്തിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും അറിയില്ല കേട്ടോ. ഞാൻ അവരോടൊന്നും ചോദിച്ചിട്ടില്ല. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തിരുന്നത്. യൂട്യൂബിൽ ഇടണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ പിന്നെ കുറച്ച് ചിന്തിച്ചപ്പോൾ തോന്നി ഇത് വീഡിയോ ഇടാം. ഒരുപാട് പേരുണ്ടാവില്ല, എന്തെങ്കിലും ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരും ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട്, അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പം നമുക്കിപ്പോൾ ബാങ്കിലെത്താറായിട്ടുണ്ട്. അപ്പോൾ ബാങ്കിൽ ഞാനും ഹസ്ബൻഡും കൂടി അവിടെ എത്തിക്കഴിയുമ്പോൾ അമ്മയും അനിയത്തിയും അവിടെ വരാമെന്നാണ് പറഞ്ഞേക്കണത്. ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ ഫസ്റ്റത്തെ 2 അവർ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഫ്രീ ആവാനുള്ള സമയത്ത് ബാങ്കിലോട്ട് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാങ്കിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ബാങ്ക്, SBI ബാങ്കാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ടൊന്നും ഫോൺ അലൗഡ് അല്ല, അതാണ് ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം അമ്മയും അനിയത്തിയും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അമ്മയും അനിയത്തിയും വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് പറയാൻ കാരണം, ഇത് സ്പെഷ്യലാണെന്ന് പറയാൻ കാരണം, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. എനിക്കാണെങ്കിലും എൻ്റെ വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിലും ബന്ധുക്കൾക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. വേറൊന്നുമല്ല, എൻ്റെ അമ്മയുടെ ഒരു പരിശ്രമം, എൻ്റെ അമ്മയുടെ ഒരു കഷ്ടപ്പാട്, അതിൻ്റെ ഫലമാണ് കേട്ടോ ഇന്ന് എൻ്റെ അനിയത്തിക്ക് ഈ ജോലി എന്ന് പറയുന്നത്. വേറൊന്നുമല്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, എൻ്റെ അനിയത്തി ചെറുപ്പം മുതലേ ബ്ലൈൻഡാണ്. അപ്പോൾ അവൾക്ക് കാഴ്ചശക്തി ഇല്ലാത്തതാണ്. പക്ഷേ ഇത്രത്തോളം അവൾ പഠിച്ചതും അതേപോലെ ഈ ഒരു ജോലി നേടിക്കൊടുത്തതും എല്ലാം എൻ്റെ അമ്മയുടെ ഒറ്റയ്ക്കുള്ള ഒരു പ്രയത്നം കാരണം കേട്ടോ. അതിന് വേറെ ഒരു സപ്പോർട്ട്, വേറെ ആരും സഹായമൊന്നും നോക്കിയിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. ഒറ്റയ്ക്കാണ് അമ്മ സ്കൂളിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഒറ്റയ്ക്കാണ് കേട്ടോ. ഇപ്പോൾ കോളേജിലാണെന്നുണ്ടെങ്കിലും കോളേജ് ബസ്സിൻ്റെ അവിടെ വരെയും ബസ് സ്റ്റോപ്പ് വരെയും കൊണ്ടാക്കുകയും അതേപോലെ വരുമ്പോൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലെല്ലാവർക്കും അറിയാം അമ്മേനെ, അവളെ അറിയാം. പക്ഷേ കുറച്ച് പേരെങ്കിലും ലോകത്ത് കുറച്ച് പേരെങ്കിലും അറിയണമെന്ന് എനിക്ക് തോന്നി അമ്മയുടെ ഈ ഒരു കഷ്ടപ്പാട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഞാൻ സാലറിയൊക്കെ മേടിച്ച് ഇപ്പോൾ അവളും അമ്മയും ഇപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ്സൊക്കെ ഉള്ളതാണ്. അപ്പോൾ നേരെ ക്ലാസ്സിലോട്ടാണ് ഞങ്ങൾ അവിടെ ബസ് സ്റ്റാൻഡിലോട്ട് കൊണ്ടാക്കിയാണ് ചെയ്തത്. അവിടെ നിന്ന് ഒരു ബസ് കയറി പോയിക്കോളാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു ദിവസമാണ് വേണമെന്നുണ്ടെങ്കിൽ ഇന്നാണെന്ന് പറയാം കേട്ടോ. അമ്മ അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും ഒക്കെ ഒരു ഫലമാണ് ഇപ്പോൾ അവൾക്ക് കിട്ടിയേക്കണം ആ ജോലി എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീട് വരാപ്പുഴയിലാണ്, ഇതാണ് ഞങ്ങളുടെ വീട്. പക്ഷെ അവൾക്ക് ജോലി കിട്ടിയിരിക്കുന്നത് കാരയിലാണ് കേട്ടോ. അതായത് കൊടുങ്ങല്ലൂർ കഴിഞ്ഞ് പോകണം. കൊടുങ്ങല്ലൂർ കഴിഞ്ഞ് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് അവൾക്ക് ജോലി കിട്ടിയേക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഉണ്ടോ താമസിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും അതേപോലെ അനിയത്തിയും അവിടെ ഒരു കുഞ്ഞു വീട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ താമസിക്കുകയും ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ അവൾക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. അവൾ പഠിച്ചതും വീടിൻ്റെ അടുത്ത് തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. +2 വരെ ആണെങ്കിലും ഡിഗ്രിക്ക് ആലുവ സെൻറ്റ് സേവേഴ്സിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്.
അത് കഴിഞ്ഞ് ഡിഗ്രിയും PG എടുത്തു. അത് കഴിഞ്ഞിട്ട് BEd എടുത്തു. അതിന് ശേഷം ഉണ്ടോ അവൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് ഇപ്പോൾ ജോലി കിട്ടിയേക്കുന്നത്. ഒരുപാട് നാൾ കാത്തിരുന്നതിന് ശേഷം ഉണ്ടോ, ഒരുപാട് കാത്തിരുന്നതിന് ശേഷമാണ് നമുക്ക് ഈ ജോലി കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ജോലി കിട്ടിയപ്പോഴും ശമ്പളം കിട്ടാനും കുറേ നാൾ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റേതായ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം. എന്നാലും വാടകയ്ക്ക് തന്നെയാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ വീട്ടിൽ നിന്നും പോയി വരാനുള്ള ഒരുപാട് ദൂരമുള്ളത് കാരണം പക്ഷേ വരാപ്പുഴയിൽ നിന്ന് കൊടുങ്ങല്ലൂർ കഴിഞ്ഞും പോകണം. അപ്പോൾ ഒരുപാട് ദൂരം ഉണ്ടല്ലോ, അത് കാരണം വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ, അമ്മാവന്മാരും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവൾക്ക് പഠിപ്പിനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ഫോണിലൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതിനൊക്കെ സഹായിച്ചിട്ടുള്ളത് അമ്മമാരുടെ മക്കളൊക്കെയാണ് അതിനൊക്കെ സഹായിച്ചിട്ടുള്ളത്. ഇപ്പോൾ BEdന് പഠിക്കുമ്പോൾ അറിയാലോ, ഒരുപാട് ചാർട്ട് വർക്കുകൾ ഒരുപാടുണ്ടാകും. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കാൻ അവളുടെ ഫ്രണ്ട്സും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് പേര് അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ സ്കൂളിൽ കൊണ്ടേ ആക്കിയാൽ അവളെ നോക്കാനാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യമൊക്കെ അവർ നോക്കും. ഇപ്പോൾ പഠിപ്പിക്കുന്ന സ്കൂളിലാണെന്നുണ്ടെങ്കിലും അമ്മ കൊണ്ടേ ആക്കിയാലും ബാക്കി കാര്യങ്ങളൊക്കെ അവിടുത്തെ സ്റ്റാഫാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കും കേട്ടോ. അതിന് ശേഷം വൈകുന്നേരമാണ് അമ്മ കൊണ്ടുവരാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പോൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അമ്മ തന്നെയാണ് കൊണ്ടേ ആക്കുന്നതും കൊണ്ടുവരുന്നതും എല്ലാം അമ്മ തന്നെയാണ് കേട്ടോ. വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇത്രയും പഠിച്ചത് ഒരു ട്യൂഷൻ്റെ സഹായമോ വേറെ ഒന്നിൻ്റെ സഹായത്തോടെയല്ല കേട്ടോ അവൾ പഠിച്ചിട്ടുള്ളത്. അവളെ പഠിപ്പിച്ചിട്ടുള്ളത് അമ്മ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. 1ാം ക്ലാസ് തൊട്ട് ഡിഗ്രി PG അതേപോലെ BEd അത്രയും വരെയും പഠിപ്പിച്ചിട്ടുള്ളതും അമ്മ തന്നെയാണ് കേട്ടോ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സാം നമുക്ക് വേറെ ആളെ വെച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് അമ്മ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഒരു കഷ്ടപ്പാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒന്നും ഇത് കഷ്ടപ്പാടായിരിക്കില്ല. പക്ഷേ ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതേപോലെ ഒരു ജോലി എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എൻ്റെ അനിയത്തിക്ക് അവൾ ഒരു കുറവുണ്ടായിട്ട് പോലും അത് മാറ്റി വെച്ച് അവൾക്ക് ഒരു ജോലി കിട്ടിയെന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഞാനും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ജോലി കിട്ടും എന്നുള്ളതൊന്നും എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ അവൾക്ക് അങ്ങനെ ഇൻ്റർവ്യൂവിൽ പാസ്സായെന്ന് പറഞ്ഞപ്പോഴും ഒക്കെ അമ്മേനേക്കാളും കൂടുതൽ സന്തോഷവും ഞാൻ തന്നെയാണ് കേട്ടോ. അവൾ പഠിച്ചതിൻ്റെയും നമ്മുടെ കഷ്ടപ്പാടിൻ്റെയും ഒരു ഫലമാണല്ലോ ഈ ജോലിയെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ വീഡിയോ ഒരുപാട് പേരൊന്നും കാണാറില്ല. ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനാണ് ഞാൻ പറയാറ്. പക്ഷേ ഞാൻ ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. എനിക്ക് എന്തെങ്കിലും സംശയമുണ്ട് ഇതിൽ ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.